സ്കൂൾ ഘട്ടങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 4000 കോടിയിലധികം രൂപയുടെ കിഫി നിക്ഷേപം 32 സ്കൂൾ ഘട്ടങ്ങൾ കൂടി നാടിന് സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഗുണമേന്മ വിദ്യാഭ്യാസം എന്ന സർക്കാർ നയം നടപ്പിലാക്കുന്നതിൽ സ്കൂളുകളുടെ ഭൗതിക സൗകര്യ വികസനം നിർണായകമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ചരിത്രപരമായ മുന്നേറ്റമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. കിഫി ധനസഹായത്തോടുകൂടി സംസ്ഥാനത്തെ 973 വിദ്യാലയങ്ങളിലാണ് അത്യാധുനിക രീതിയിലുള്ള ഭൗതിക സൗകര്യ വികസനം വിഭാവന ചെയ്തത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് പുറമെ ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള തീരദേശ വികസന കോർപ്പറേഷൻ വഴി 51 വിദ്യാലയങ്ങളിലും കിഫി സഹായത്തോട് കെട്ടിടനിർമ്മാണം നടത്തിയിട്ടുണ്ട്. കെട്ടിടനിർമ്മാണം ഏകദേശം 3000 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഹൈടെക് ക്ലാസ് മുറികൾ 1000 കോടി രൂപ. ആകെ നിക്ഷേപം കിഫി വഴി മാത്രം 4000 കോടിയിലധികം രൂപയുടെ നിക്ഷേപമാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സാധ്യമായത്. 973 വിദ്യാലയങ്ങളെ 3 വിഭാഗങ്ങളായി തിരിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത്. 5 കോടി രൂപ വകയിരുത്തിയവ 141 വിദ്യാലയങ്ങൾ, 3 കോടി 90 ലക്ഷം രൂപ വകയിരുത്തിയവ 386 വിദ്യാലയങ്ങൾ, 1 കോടി 30 ലക്ഷം രൂപ വകയിരുത്തിയത് 446 വിദ്യാലയങ്ങൾ. മറ്റ് വികസന ഫണ്ടുകൾ കിഫിക്ക് പുറമെ പ്ലാൻ ഫണ്ട്, നബാർഡ് ഫണ്ട്, ജനപ്രതിനിധികളുടെ ആസ്തി വികസന ഫണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന ഫണ്ട് എന്നിവയെല്ലാം സംയോജിപ്പിച്ച് വൻ വികസനമാണ് സാധ്യമാക്കിയത്. കഴിഞ്ഞ 10 വർഷത്തിനകം ഈ ഇനങ്ങളിലായി 5000 കോടി രൂപയിലധികം വരുന്ന തുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. നിർമ്മാണ പുരോഗതി ഉദ്ഘാടനവും വിഭാവന ചെയ്ത പദ്ധതികളിൽ 629 സ്കൂൾ ഘട്ടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും വിവിധ ഘട്ടങ്ങളിലായി നാടിന് സമർപ്പിക്കുകയും ചെയ്തു. നിർമ്മാണം പൂർത്തിയായ 32 സ്കൂൾ ഘട്ടങ്ങളുടെ ഉദ്ഘാടനം 2026 ഫെബ്രുവരി 10 വിപുലമായ പരിപാടികളോടെ നടക്കും. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള സർക്കാരിൻ്റെ ഈ പ്രതിബദ്ധതയുടെ തെളിവാണ് ഈ കണക്കുകൾ. പാഠപുസ്തകങ്ങളുടെ പരിഷ്കരണം. 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകങ്ങളുടെ പരിഷ്കരണം 2025 അധ്യയന വർഷത്തിൽ തന്നെ വിജയകരമായി പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പാഠപുസ്തക പരിഷ്കരണം ഇത്രയും സമയബന്ധമായി പൂർത്തിയാക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറി എന്നതാണ് അഭിമാനമാണ്. പാഠപുസ്തകം പ്രിൻ്റ് ചെയ്യുക, കൃത്യമായ പരീക്ഷ നടത്തുക, കൃത്യസമയത്ത് തന്നെ ഫലപ്രഖ്യാപനം നടത്തുക എന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അത് നിർവഹിച്ചു എന്നാണ് ഞങ്ങളിവിടെ സൂചിപ്പിച്ചത്. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിലായി ആകെ 597 ടൈറ്റിൽ പാഠപുസ്തകങ്ങളാണ് നാം വികസിപ്പിച്ചെടുത്തത്. ഇവയ്ക്കാവശ്യമായ ടീച്ചർ ടെക്സ്റ്റുകളും തയ്യാറാക്കി കഴിഞ്ഞു. ഭാഷാ ന്യൂനപക്ഷമായ കന്നഡ വിഭാഗത്തിന് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് അവർക്കാവശ്യമായ പുസ്തകങ്ങളും നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ അവസരത്തിൽ മലയാള ഭാഷാ ബില്ലുമായി ബന്ധപ്പെട്ട് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന വിമർശനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നതെന്ന് പ്രത്യേകം സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹയർ സെക്കൻഡറി മേഖലയിലെ പാഠപുസ്തക പരിഷ്കരണ പ്രവർത്തനങ്ങളെല്ലാം അതിവേഗം പുരോഗമിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി 2026 അധ്യയന വർഷം 11ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പുതിയ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യും. വരുന്ന ഫെബ്രുവരി 2ാം വാരത്തിൽ തന്നെ ഈ പുതിയ പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിക്കാനാണ് തീരുമാനം. ഭാഷാ വിഷയങ്ങൾ, കമ്പ്യൂട്ടർ സയൻസ് എന്നിവ ഉൾപ്പെടെ 41 ടൈറ്റിൽ പുസ്തകങ്ങളാണ് 11ാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. കേവലമായ വായനയ്ക്കപ്പുറം പ്രായോഗിക പഠനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള നൂതനമായ സമീപനമാണ് പുതിയ ഹയർ സെക്കൻഡറി പുസ്തകങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മാതൃക രാജ്യത്തിന് തന്നെ വഴികാട്ടിയാകുന്ന ഈ ഘട്ടത്തിൽ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു.